തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി നേടാനായിട്ട് എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരോന മത്സ്യവും അക്വേറിയം കൂടെ ലൈവ് ആയിട്ടുള്ളത് നിങ്ങളുടെ വീടിന്റെ സെൻട്രൽ വരുന്ന ഹാളിന്റെ നോർത്തിൽ വെച്ച് അതിനെ മൂവ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി നേടാൻ പറ്റും. വീടിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ദിക്കുകളിൽ 2026 ഫെബ്രുവരി മുതൽ വരുന്ന നക്ഷത്രങ്ങളെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 സ്റ്റാറുകളെ അതിലെടുക്കാം. ഒന്നെന്ന് പറയുന്നത് 6 എന്ന് പറയുന്ന ഒരു സ്റ്റാർ. 6 വന്നിരിക്കുന്നത് നോർത്തിലാണ്. അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 എന്ന് പറയുന്നത് ഒരു ടെൻഷനുള്ള നക്ഷത്രമായി ചില മാസ്റ്റേഴ്സ് അതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ടെൻഷനാണ് അത് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ടെൻഷൻ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വീടിന്റെ നോർത്തിൽ ഔട്ട്സൈഡിൽ നിങ്ങൾക്ക് അവിടെ ലിവിംഗ് റൂം ആണെന്നുണ്ടെങ്കിൽ ഇൻസൈഡിൽ വേണമെങ്കിലും വെക്കാം. അവിടെ നിങ്ങൾക്ക് അക്വേറിയം വെക്കാം, അവിടെ അല്ലെങ്കിൽ സ്റ്റിൽ വാട്ടർ വെക്കാം. ഇതൊക്കെ നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതൊന്നും നിങ്ങൾക്ക് വെള്ളത്തിന്റെ സാന്നിധ്യം അവിടെ വെക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലൂ കളർ മാറ്റ് ഉപയോഗിച്ചുകൊണ്ടും ഈ ഒരു ദോഷത്തിന് നിങ്ങൾക്ക് പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലൂ കളർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് അവിടെ വെള്ളവും ഉപയോഗിക്കാം. അടുത്തത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി നേടാനായിട്ട് എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാർ ഈ വർഷം നിൽക്കുന്നത് 1 ആണ്. അത് വീടിന്റെ സെൻട്രലാണ്. ഏതൊരു വീടിന്റെ ആയാലും ബിൽഡിങ്ങിന്റെ ആയാലും സെൻട്രൽ പോർഷനിലാണ് 1 എന്ന് പറയുന്ന സ്റ്റാർ നിൽക്കുന്നത്. അപ്പോൾ 1 സെൻട്രലിലേക്ക് വരുമ്പോൾ ആ 1നെ നമ്മൾ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ, അതായത് അതിന് ചലിക്കുന്നതായിട്ടുള്ള ചില ടൂളുകൾ അതാത് സ്ഥലങ്ങളിൽ വെക്കുകയാണെങ്കിൽ ഈ 1ന്റെ എനർജി അവിടെ ആക്റ്റീവ് ആകും. അപ്പോൾ അതിന് എന്തൊക്കെ നമുക്ക് വെക്കാം? അതിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരോന മത്സ്യവും അക്വേറിയം കൂടെ ലൈവ് ആയിട്ടുള്ളത് നിങ്ങളുടെ വീടിന്റെ സെൻട്രലിൽ വരുന്ന ഹാളിൽ, സെൻട്രലിൽ ഒരു ഹാള് വരുമെങ്കിൽ ആ സെൻട്രലിൽ വരുന്ന ഹാളിന്റെ നോർത്തിൽ വെച്ച് അതിനെ മൂവ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് നേടാൻ പറ്റും? തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി നേടാൻ പറ്റും. അവിടെ ഫൗണ്ടൻ വെക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെക്കാൻ പറ്റുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ഫൗണ്ടൻ, വാട്ടർ ഫൗണ്ടൻ ആണ്, അല്ലെങ്കിൽ അക്വേറിയം ആണ്. അക്വേറിയം ആണെങ്കിൽ അക്വേറിയത്തിന്റെ കൂടെ നമുക്കൊരു അരോന മത്സ്യം കൂടെ വെക്കാം. ഒരു പെൻഡുലം ക്ലോക്ക് വെക്കുകയാണെങ്കിൽ അതും ഒരു മൂവിങ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു മൂവിങ് എനർജി അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ അവിടെ ഒരു 6 റോഡ് വിൻചെയിൻ കൊടുക്കാം. എന്നിട്ടൊരു ഫാനിന്റെ ഒരു കാറ്റും കൂടെ അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അതനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും. ഒരു 3 മണിക്കൂറെങ്കിലും ആ ഒരു വിൻചെയിൻ ചലിപ്പിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്കി ക്യാറ്റ് വെക്കാം. ലക്കി ക്യാറ്റ് വെച്ചാലും അതിൻ്റെ ഹാൻഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതും ഒരു മൂവിങ് എനർജി ആയിട്ട് അവിടെ വർക്ക് ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോർത്തിൽ ചെയ്യുന്നത് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾക്ക് നല്ലതാണ്. ടെൻഷൻ കുറയ്ക്കാൻ എന്ത് ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഫംഗ്ഷയുടെ ചില ടൂളുകളും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് ഒരു 3 ലെഗ്ഡ് ഫ്രോഗ് ആണ്. ഇത് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മെയിൻ ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിൻ്റെയോ ഓഫീസിൻ്റെയോ വീടിൻ്റെയോ എൻട്രൻസിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി നിലത്ത് ഇത് വെക്കാവുന്നതാണ്. ഇത് വെക്കുമ്പോൾ ഇതിനോടൊപ്പം ഒരു ചൈനീസ് കോയിനും കൂടെ ഇതിന്റെ ചുണ്ടിൽ ഇങ്ങനെ വെച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ സംസാരിച്ച ആ മൂവിങ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ലക്കി ക്യാറ്റ് ഇതാണ്. ഇത് സോളാറിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇത് ഈ പറയപ്പെടുന്ന 1 നിൽക്കുന്ന സ്ഥലത്ത് വെക്കാം. അതുപോലെ തന്നെ ഇത് ചെയ്യാവുന്ന മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് എൻട്രൻസിലോട്ട് നോക്കി നിങ്ങളുടെ ഓഫീസായാലും ഷോപ്പിലായാലും ഇത് നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്നതാണ്. ഇതാണ് ആ 6 റോഡ് വെൻചെയിം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് നോർത്തിൽ ചെയ്യാം, നോർത്തിൽ ഔട്ട്സൈഡിൽ ചെയ്യാം. കോമൺ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.